ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവവുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ചേമ്പുടച്ചതും കാരൽ അഥവാ മുള്ളൻ എന്നൊക്കെ പറയുന്ന മീൻ മുളകിട്ടതും. അപ്പോൾ ആദ്യം തന്നെ ചേമ്പുടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായി 3/4 കിലോ ചേമ്പ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കപ്പ ഞുറുക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചേക്കണം. ചേമ്പ് വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നീട് 3 അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ അരഞ്ഞു കിട്ടിയാൽ മതിയാകും. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പോൾ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ കുക്കറിലേക്കിട്ട് 1 വിസിൽ അടിച്ചാൽ തന്നെ പെട്ടെന്നായി കിട്ടിക്കോളും. ഇതിലേക്കിനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായി തിള വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നമ്മുടെ ചേമ്പ് ഉടച്ചത് റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാൻ. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതങ്ങ് തിക്കായി വരും. ഇനി മീൻ മുളകിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കുറച്ച് കാരൽ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് പൊടികളൊക്കെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള പുളി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൺചട്ടിയിൽ തന്നെ ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. ഞാൻ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ മുളകിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെയും മുളകിൻ്റെ കളറൊക്കെ മാറിയിട്ട് ആ റോ ടേസ്റ്റൊക്കെ മാറി കിട്ടുന്നതാണ്. ഈ സമയം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയും ഉള്ളിയും ഒക്കെ ചേർത്ത് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനായതുകൊണ്ട് തന്നെ സ്പൂൺ ഇട്ട് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും.
ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നമ്മുടെ കാരൽ കറിയും ഇവിടെ റെഡിയായി. നമ്മൾ കഴിച്ചിട്ടുള്ള ഈ നല്ല നല്ല വിഭവങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തലമുറയ്ക്കും അവർ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ പരമ്പരാഗത രുചിക്കൂട്ട് നിലനിർത്താൻ വേണ്ടി സാധിക്കും. ഈ ചേമ്പുടച്ചതും മീൻ കറിയും ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.